ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ആവശ്യത്തിനുള്ള ബാത്ത് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇനിയും വെറൈറ്റി ആയിട്ടുള്ള സോപ്പ് മേക്കിംഗ് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു അടിപൊളി സോപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി സോപ്പാണ് കേട്ടോ. കണ്ടോ, അതിന് വേണ്ടി ഞാൻ ചെമ്പരത്തിയൊക്കെ ഇവിടെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെമ്പരത്തി കിട്ടുന്നതിൻ്റെ ഇത് കുറവായിരിക്കും. എന്നാലും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു സോപ്പാണ്. അപ്പോൾ കുറച്ച് ഒരു 5-6 ചെമ്പരത്തിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുട്ടുമാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടുകളാണ് ബാക്കിയുള്ളത്. അപ്പം മുട്ടിൻ്റെ പുറകിലുള്ള ആ പച്ച സംഭവം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കളഞ്ഞെടുത്തേക്കാം. അങ്ങനെ ഞാനിതൊക്കെ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിഞ്ഞ് കിട്ടാനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ പച്ചവെള്ളം എടുക്കാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഓവറായിട്ട് വെള്ളം ചേർക്കരുത്. ജസ്റ്റ് അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമേ വേണ്ടൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും അത്. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത്. ഒരുപാട് വെള്ളമൊന്നുമില്ല, പക്ഷെ നല്ല പേസ്റ്റ് പോലെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പിങ്ക് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനത്തെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ജെല്ലിൻ്റെ പോലെയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 50 ഗ്രാമിൻ്റെ അടുത്തുള്ള ഒരു സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. സോപ്പ് ബേസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ മുന്നിച്ചൊക്കെ വീഡിയോയിലുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ ആയിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. കഴിഞ്ഞ തവണ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ സോപ്പ് ബേസ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പീസസൊക്കെ കുറച്ചും കൂടെ വലുതായിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് ഉരുക്കി കിട്ടാനായിട്ട് കുറച്ചധികം സമയമെടുത്തു. അപ്പോൾ ഈ തവണ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തു. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ സോപ്പ് ബേസൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് അവിടെ ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഉരുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതങ്ങനെ സോപ്പ് ബേസ് ഇവിടെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചിട്ട് വെച്ചിട്ടുള്ള ആ ചെമ്പരത്തിയുടെ മിക്സ് ഉണ്ടല്ലോ, ചെമ്പരത്തിയും റോസ് വാട്ടറും കൂടി അരച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെമ്പരത്തി മിക്സ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ കണ്ടോ, നേരത്തെ ഒരു പിങ്ക് കളറായിരുന്നു, അതിപ്പോൾ പിങ്ക് കളർ മാറിയിട്ട് ഒരു ബ്ലാക്ക് കളറിലോട്ടായിട്ടുണ്ട്. വേറെ എക്സ്ട്രാ കളറുകളൊന്നും ആഡ് ചെയ്യാതെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ആയിട്ട് ആ കളർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ചെമ്പരത്തിയുടെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ഡ്രോപ്സ് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് കുത്തി ഇളക്കി എയർ ബബിൾസ് വരാതെ നോക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റാണ്. ഒരെണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഒരെണ്ണം 400 mg ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. 200-ൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മോൾഡ് ഉണ്ടല്ലോ, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. എയർ ബബിൾസ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറയാം. കണ്ടോ, അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ എയർ ബബിൾസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുണ്ടല്ലോ, അതിൽ വെറുതെ സാധാ വെള്ളം എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ പൊട്ടിപ്പോകും. അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്നും ഇല്ലാതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ആ കുമ്പിളൊന്ന് പൊട്ടി കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിപ്പോകും. അല്ലെങ്കിൽ പിന്നെ വേറൊരു ടെക്നിക്ക് ഉണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം ഇതിങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെ കുമ്പളകളിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്തേക്കും. പിന്നൊരു ഐഡിയ ഉള്ളത് കണ്ടോ, ഇതാ ഈ പത പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്തേക്കാം. എന്നിട്ട് അത് അവിടെ നിന്നെടുത്ത് മാറ്റാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മോൾഡിൽ ഒഴിച്ച് വെച്ച് അപ്പം തന്നെ പോയി ചെയ്തേക്കരുത്. അതൊരു 2 മിനിറ്റ് നേരം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അത് ആ പതഞ്ഞ് നിന്നതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഇത് സെറ്റ് ആവാനായിട്ട് വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കേട്ടോ ഇനി ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ സോപ്പിന്. 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.